ഒരു തറവാട്ടിലേക്ക് കയറി വരുന്ന മൂത്ത മരുമകള്. ആ വീട്ടിലെ അധികാരവും അവകാശമുള്ളവളാ. പക്ഷെ എനിക്കതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ശേഷം ഈ വീട് നോക്കി നടത്തേണ്ടവളാ ഈ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരു കാർ ആവശ്യപ്പെട്ടപ്പോ കളിപ്പാട്ട കാറ് വെച്ച് ആക്ഷേപിക്കുന്നോ? ഇവിടെയുള്ളവർക്കൊരു തോന്നല് കാണും, വെറും ഒരു സ്റ്റാഫായിരുന്ന ഞാൻ സിഇഒന് മയക്കിയെടുത്തെന്ന്. ഞാനത് പഠിച്ചിട്ടില്ല. ആരെയും മയക്കിയെടുക്കാൻ വേണ്ടി മോഹിനി വേഷം കെട്ടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്നോട് അർജുൻ സാറാണ് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തത്. എന്താ ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. സാർ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോ ഞാനും ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഈ മനസ്സ് നിറയെ അർജുൻ സാറാ. പക്ഷെ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഒരുപാട് സങ്കടമുണ്ട്. ഈ മനസ്സിൽ അർജുൻ സാർ എന്നും ഉണ്ടാവും. നാണവും മാനവും കേട്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഐശ്വര്യ വേണ്ട. നിൽക്കാം. ഒറ്റ കണ്ടീഷനിൽ. ഞാൻ ആഗ്രഹിച്ച കാറ് എനിക്ക് ഈ വീട്ടിൽ വരണം. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ വീട്ടിൽ നിൽക്കും. ഇതിന്റെ തീരുമാനം നാളെ പറഞ്ഞാ മതി. എന്താ ഐശ്വര്യ ഇങ്ങനെ? ഭൂമിയോളം ക്ഷമിച്ചു. ഇനി എനിക്ക് പറ്റില്ല. മറ്റൊരു മാർഗവും ഇല്ലാത്തോണ്ടാ. തെറ്റാണെങ്കിൽ അർജുൻ സാർ പൊറുക്കണം. ദേവി, അമ്മേ, മഹാമായെ, തെറ്റൊന്നും ചെയ്യാത്ത എന്റെ അച്ഛൻ ഇപ്പോഴും ചെയ്യില്ല. അച്ഛനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം കാണിച്ചു തരണേ. കാലത്തിന്റെ അധിപതിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവി, അച്ഛന്റെ രക്ഷകയായി നീ തന്നെ അവതരിക്കണേ. നീ ശക്തി സ്വരൂപിണിയാ. നീ വിചാരിച്ച നടക്കാത്തതായി ഒന്നുമില്ല. എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലും രൂപത്തിൽ വന്ന് അച്ഛനെ രക്ഷിക്കണേ. ഈശ്വര, ദീപാരാധന സമയത്ത് ദീപം അണഞ്ഞു പോകുന്നു. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു. ഉറപ്പാ. അയ്യോ, എന്താ ഇത്?